ചക്കപ്പുഴുക്ക് അല്ലെങ്കിൽ പച്ചച്ചക്ക വേവിച്ചത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി ചക്കയിൽ നിന്ന് ചക്കച്ചുള അടർത്തിയെടുത്തിട്ട് അതിൻ്റെ ചകിണിയെല്ലാം കളഞ്ഞ് അകത്തെ കുരു നീക്കം ചെയ്ത് ചെറുതായി അരിയണം. ഇവിടെ ഏകദേശം 1/4 കിലോ പച്ചച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെയെല്ലാം ചെറുതായി അരിഞ്ഞതിന് ശേഷം നമ്മൾ കുക്കറിനകത്ത് ഇതിട്ട് അല്പം ഉപ്പ് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പ് മതിയാവും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് വെള്ളമൊഴിച്ച്, അത് മുങ്ങിക്കിടക്കേണ്ട, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വെള്ളമൊഴിച്ച്, ഇവിടെ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നമുക്കിതൊന്ന് അടച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കാം. അതിനുള്ളിൽ മിക്സിയിൽ നമുക്ക് 2 ചുവന്നുള്ളി, 3 വെളുത്തുള്ളി, 2 പച്ചമുളക്, 1/4 കപ്പ് തേങ്ങ ചിരകിയത്, 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. കുക്കർ നമ്മൾ തുറന്നു കഴിയുമ്പോൾ വെള്ളം ഓൾമോസ്റ്റ് വറ്റിയിട്ടുണ്ടാകും, ചക്ക വെന്ത് കാണും. അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർക്കാം. ചേർത്തിട്ട് ഒന്നുകൂടി അത് ആവി വരുന്ന പോലെ ചെറിയ തീയിലൊന്ന് കുറച്ച് നേരം വയ്ക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തവി വെച്ച് ക്രഷ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് കുഴഞ്ഞ് വരണം. ഈ ഒരു പരുവമായി കഴിഞ്ഞാൽ നമുക്ക് കടുക് പൊട്ടിച്ചിടാം. അതിനായി പാനിൽ 1/2 ടീസ്പൂൺ കടുകിട്ട് 1 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ തേങ്ങ ചിരകിയതുമിട്ട് മൂപ്പിക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഉള്ളി ചുവന്ന് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് ചക്ക വേവിച്ചതിലേക്ക് ഇടാവുന്നതാണ്. എന്നിട്ട് ഒന്നുകൂടി ഇത് ക്രഷ് ചെയ്തെടുക്കണം. ആ തേങ്ങ വറുത്തതെല്ലാം ഇതിനകത്തോട്ട് ചേരുമ്പോൾ നല്ല ഒരു മണം കിട്ടും. നല്ല രുചിയുമായിരിക്കും. ഇപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് വിളമ്പി വയ്ക്കാം. വളരെ ഔഷധ ഗുണവും പോഷക ഗുണവുമുള്ളതാണ് പച്ചച്ചക്ക. എല്ലാവരും ഇത് ഉപയോഗിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.